എല്ലാവർക്കും നമസ്കാരം. പ്രൊഡക്റ്റ് അവയർനെസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡായ ആഗ്രോ പ്രൊഡക്റ്റിലെ MA സ്പ്രേ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആഗ്രോ പ്രൊഡക്റ്റ് ആയുർവേദവുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. വൃക്ഷ ആയുർവേദവുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ക്രോപ്പ് പ്രൊട്ടക്ഷനും ക്രോപ്പ് ന്യൂട്രീഷനുമാണ് പ്രൊഡക്റ്റ്. ആഗ്രോ പ്രൊഡക്റ്റിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉണ്ട്. ബൂസ്ത്ര സൂപ്പർ, ഗ്രോ മാജിക്, MA സ്പ്രേ, MA സിട്ര, MA പ്രൗഡ്, ഒലീവ് സൂപ്പർ 60, മോഡിഫൈ, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റാണ് ഇതിലുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് MA സ്പ്രേ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. കമ്പനിക്ക് NPOP ആൻഡ് NOP സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ IFOM സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. IFOM സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. വേറെ എന്ന് പറഞ്ഞാൽ G2 സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടി പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു പെസ്റ്റിസൈഡ്സ് അല്ല, വളമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഇത് പ്രൊഡക്റ്റ് വളത്തിന് പകരം ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമോ വളമോ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബയോസിമിനൻ്റ് ആക്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടി 3 ടയർ ലൈസൻസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നിലും കെമിക്കൽ ഇല്ല. ഇത് പ്ലാന്റ് എക്സ്ട്രാക്റ്റും പ്ലാന്റ് ഓയിലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 100% ഓർഗാനിക് പ്രൊഡക്റ്റാണ്. അപ്പോൾ MA സ്പ്രേ പ്ലസ് കമ്പനി 100 മില്ലി രൂപത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. അത് 1 ഏക്കർ ഉപയോഗിക്കേണ്ട രീതിയിലാണ്. MA സ്പ്രേ പ്ലസ് മറ്റ് പ്രൊഡക്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ്. നമുക്ക് MA വീർ, MA പ്രോഡ്, ഇങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ളൊരു പ്രൊഡക്റ്റാണ് MA സ്പ്രേ. ഇത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇത് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാനും വളരെയധികം സഹായിക്കുന്നു. ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഒന്നുകൂടി ഇരട്ടിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. അലിയിച്ച് ചേർക്കാൻ സഹായിക്കുന്നു. MA സ്പ്രേ താഴെ വീഴുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പൂക്കൾ കൊഴിയാതെയും കായ്കൾ കൊഴിയാതെയും വീഴാതെ സഹായിക്കുന്നു. ചെടിക്ക് കിട്ടുന്ന ആഹാരം, ന്യൂട്രീഷൻ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പം ആഹാരം ചെടികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ pH ബാലൻസിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും സഹായിക്കുന്നു. MA സ്പ്രേ ഉപയോഗിക്കുന്നതിലൂടെ യാതൊരു ഡീഗ്രേഷനും നടക്കുന്നില്ല. അപ്പോൾ മറ്റ് പ്രൊഡക്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ MA സ്പ്രേ വളരെയധികം സഹായിക്കുന്നു. അന്തരീക്ഷത്തിന് ഈർപ്പം വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നു. ആഴ്ന്ന് ഇറങ്ങി പ്രവർത്തിക്കാനും ഇത് സഹായിക്കുന്നു. pH ലെവൽ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. വേറെ എന്ന് പറഞ്ഞാൽ MA സ്പ്രേ ഒരു സ്റ്റിക്കറാണ്. അതുകൊണ്ട് സ്പ്ലെഡറാണ്, പെൻട്രേറ്ററാണ്, പിന്നെ ആക്ടിവേറ്ററാണ്, റിയാക്ടറാണ്, പോളിനേറ്ററാണ്. അപ്പോൾ സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇലയുടെ പുറംപാളിയെ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നം അത് സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് MA സ്പ്രേ. സ്പ്ലെഡർ എന്ന് പറയുന്നത് ഇത് എല്ലാ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും പുറംപാളിയിൽ ആവരണം ചെയ്യാനും സഹായിക്കുന്നു. ഇത് ഇലയുടെ ഭാഗത്ത് സ്പ്ലെഡ് ആവാൻ വേണ്ടി വളരെയധികം ഇത് സഹായിക്കുന്നുണ്ട്. പെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ച് കയറാൻ സഹായിക്കുന്നു. ഇത് ആഴ്ന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും MA സ്പ്രേ വളരെ സഹായിക്കുന്നുണ്ട്. ആക്ടിവേറ്റർ എന്ന് പറയുന്നത് കാര്യക്ഷമത ഇരട്ടിയായി മെച്ചപ്പെടുത്തുന്നു. പറഞ്ഞ റിയാക്ടർ അത് ചെടിയുടെ ഉപരിതലത്തിൽ പരമാവധി പ്രതിപ്രവർത്തനം നടത്തുന്നതാണ്. വേറെ എന്ന് പറയുന്നത് പോളിനേറ്റർ ചെടികളിൽ വ്യാപിക്കുകയും അത് വയലിൽ തേനീച്ചകൾ പോലുള്ളവയെ ആകർഷിക്കുകയും സുഗമമായ പരാഗണത്തിന് ഇവ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കളിൽ വയലുകളിൽ സുഗമമായ പരാഗണത്തിന്
ഇത് പ്രാണികളെ ആകർഷിക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് MA സ്പ്രേ ചെയ്യുമ്പോൾ 0.3 ആണ് 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ ഹെർബിസൈഡ് നിലത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് 0.5 ആണ് പറയുന്നത്. 0.5 അത് 1 ലിറ്റർ വെള്ളത്തിൽ നിലത്ത് ഒഴിക്കുന്ന തരത്തിൽ. അപ്പോൾ 1 ഏക്കർ ഉപയോഗിക്കുന്ന രീതിയിലാണ് പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ലിക്വിഡ് രൂപത്തിലാണ്. അപ്പോൾ 0.5 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഉൽപ്പന്നം നല്ല റിസൾട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. എല്ലാ പ്രോഡക്റ്റും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ്. നിങ്ങളെല്ലാവരും അത് വാങ്ങി ഉപയോഗിക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക നല്ലോണം. താങ്ക് യു ആൾ.